നമസ്കാരം. ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറേ പേരുടെ ഡൗട്ടായിരുന്നു. കുറേ പേര് ചോദിച്ചതായിട്ട് അറിഞ്ഞിരുന്നു. തുടക്കക്കാരനാണ്, PSC പഠിച്ചാൽ ഇനി കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ചോദിക്കുന്നവരെല്ലാം യങ്സ്റ്റേഴ്സാണ്, 22 വയസ്സുള്ളവരോട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു വിരോധാഭാസം എനിക്ക് തോന്നി. കാരണം PSC ഒക്കെ പഠിച്ചു തുടങ്ങുന്ന പ്രായം എന്ന് പറയുന്നത് ഈ പയ്യന്മാർക്കിടയിൽ സത്യം പറഞ്ഞാൽ ഒരു 25 വയസ്സിനൊക്കെ ശേഷമേ അങ്ങനെ ഒരു ബുദ്ധി തലയിൽ ഉദിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ 22-ാം വയസ്സിൽ അത് തോന്നിയെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും മുമ്പേ കുട്ടി ഇത് പഠിക്കുക എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇതിൽ ഉള്ള ടെക്നിക്സ് അതെല്ലാം ചോദിക്കും. ഇതിൽ വേറെ ഒന്നുമില്ലടെ, 3 ടെക്നിക്സ് ഇതിലുള്ളൂ. 3 ടെക്നിക്സ് എല്ലാം. ഇനി അതിനകത്ത് നമ്മൾ ഉപവകുപ്പുകളും വകുപ്പുകളും പഠിക്കൂലേ, അതേപോലെ 3 ടെക്നിക്സ് ഇതിലുള്ളൂ. ഒന്ന് നമുക്കൊരു റാങ്ക് ഫയൽ വേണം. നമ്മളിപ്പോൾ ഏത് എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത് ആ തരത്തിലുള്ള റാങ്ക് ഫയൽ വേണം. ആ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നമ്മൾ LD-ക്കൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ് ലെവലിലുള്ള റാങ്ക് ഫയൽ മിനിമം വേണം. 4 വോളിയം അതിന് ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് മെറ്റീരിയലുള്ള റാങ്ക് ഫയൽ പാർട്ട് ബൈ പാർട്ടായിട്ടാണെങ്കിൽ അതൊരു ഹാൻഡ് ബുക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അറിഞ്ഞൂടാത്ത പോയിന്റുകൾ അതിൽ എഴുതി ചേർക്കാം, ആ ഭാഗം വായിച്ച് പഠിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് വിറ്റാമിൻസിനെ കുറിച്ച് അറിഞ്ഞൂടാ, അപ്പോൾ പെട്ടെന്ന് 3ാമത്തെ ബുക്കിൽ എടുത്ത് നോക്കുമ്പോൾ ബയോളജിയിൽ ഇത്രാമത്തെ പേജ് പടപടാ മറിച്ച് കണ്ടൻറ്റ് നമ്മളെ കയ്യിൽ കിട്ടും. അതിന് കുറച്ച് തുക ചിലവാകും, കൂടിപ്പോയാൽ ഒരു 1600 രൂപ ആവുമായിരിക്കും. പിന്നെ മറ്റൊന്ന് നമുക്ക് വേണ്ടത് ഈ റാങ്ക് ഫയൽ. ഇപ്പോൾ നമ്മൾ CPOയ്ക്ക് ആണെങ്കിൽ CPO റാങ്ക് ഫയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് വേറെ ബുക്ക് വാങ്ങേണ്ടി വരില്ല. ഡ്രൈവർ ഒരുപാട് ടെക്നിക്കൽ ഫീൽഡ് ഡ്രൈവറുണ്ട് അല്ലേ. ഇപ്പം പ്രസൻറ്റ് ഡ്രൈവറുണ്ട്, യൂണിഫോം ഡ്രൈവർമാരുണ്ട്, നോർമൽ ഡ്രൈവറുണ്ട്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കൊച്ചു ബുക്കുകൾ ഇപ്പോൾ ഉണ്ട്. 200 രൂപയ്ക്കൊക്കെ ഉള്ള കൊച്ചു ബുക്ക്, അങ്ങനത്തെ ഒരു ബുക്ക് നമുക്ക് വേണം. പിന്നെ വേണ്ട മെയിൻ കാര്യം, ഇത് ഒന്നാമത്തെ റാങ്ക് ഫയലിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം PYQൻ്റെ എക്സ്പ്ലൈൻഡ് ബുക്കാണ്. റീസെൻ്റായിട്ട് നടക്കുന്ന പരീക്ഷകൾ, ഒരു അടുത്തിടെ 3-4 വർഷം നടന്ന പരീക്ഷകളുടെ എക്സ്പ്ലനേഷനുള്ള ബുക്ക്, അത് വാങ്ങുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ കൂട്ടം ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കിട്ടും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ അനാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ 100% സിലബസിൻ്റെ വളരെ അധികം പാർട്ടിലെ എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്ത് പോകും എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സത്യം. ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം PYQ വിത്ത് എക്സ്പ്ലനേഷൻ മാത്രം പഠിച്ചാൽ മതി PSCയിൽ മാർക്ക് വാങ്ങാൻ. കാരണം അതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ഇതല്ലാതെ ഒരു PSC ലെവൽ ക്വസ്റ്റ്യനാണ് അത് വരണമെങ്കിൽ റയർ ആയിട്ടേ വരുള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മിക്കുള്ളവർക്ക് മാർക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മാർക്ക് വെറും ലോവസ്റ്റ് ആയാലും കുഴപ്പമില്ല. കാരണം നല്ല പഠിക്കുന്ന ഒരാൾക്ക് മാത്സിൽ കണക്കൊന്നുമല്ല, കണക്കിലും അതേപോലെ തന്നെ. ഞാൻ ഇപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യം പറയാം. ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻസിൽ നല്ല കിട്ടുക ഒരു ഏറ്റവും പഠിക്കുന്ന ഒരു തന്നെ 4 മാർക്കേ ഉള്ളൂ. കാരണം 6 എണ്ണം എഴുതി ഒരു തെറ്റും വന്നു. അങ്ങനെയാണെങ്കിൽ അവർ 4 മാർക്ക് സംതിങ്ങേ കിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് 1 മാർക്ക് കിട്ടിയാലും അത് വലിയ വ്യത്യാസം വരുന്നില്ല, 3 മാർക്കിന് ഡിഫറൻസ്. പക്ഷേ ഈ ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള മാത്സ് ഐറ്റം നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ 10ൽ 1 മാർക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ പരീക്ഷ എളുപ്പമായിരിക്കും. ആ പരീക്ഷയ്ക്ക് മിക്കുള്ളവർക്ക് ഒരു എബോ ആവറേജ് സ്റ്റുഡൻസിന് 10ൽ 10 കിട്ടും. ആവറേജുകാർക്ക് ഒരു 8-7 മാർക്ക് കിട്ടുന്ന സാധനം നമുക്ക് 1 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ 6-7 ഏകദേശം 10 മാർക്കോളം വ്യത്യാസം അവർ മുമ്പ് നമ്മൾ വരും. പിന്നെ നമ്മൾ ഏത് ഭാഗത്ത് കിടന്ന് പഠിച്ച് കണഞ്ഞു കൂട്ടി പഠിച്ചാലും നമുക്ക് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ബാക്കി എല്ലാത്തിലും നമ്മൾ വില്ലന്മാരായിരിക്കും. പക്ഷേ ഇതിൽ നമുക്ക് മാർക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ടായി പോകും റാങ്ക് ലിസ്റ്റിൽ നിന്ന്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി കറണ്ട് അഫെയറിന് വേണ്ടി വെറുതെ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2025 പരീക്ഷ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2025 ജനുവരി തൊട്ട് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് വരിക. ഇത് പഠിച്ച് എത്തിയതിനു ശേഷം 24 തൊട്ട് ബാക്കിലോട്ട്, 24 ഡിസംബർ തൊട്ട് ബാക്കിലോട്ട് പഠിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എത്തും. പിന്നെ എല്ലാ പരീക്ഷയിലും ഒരു 1.5 മാസം മുമ്പ് ഒരു കറണ്ട് അഫെയറിൻ്റെ ബുക്ക് വാങ്ങുക. 10-250 പേജേ വരുള്ളൂ. അത് മൊത്തം ഒന്ന് വായിച്ച് ക്ലിയറാക്കാൻ പഠിക്കുക. അതിൽ നിന്ന് 10ൽ എങ്ങനെ പോയാലും 5-6 മാർക്ക് കിട്ടും. പിന്നെ കിട്ടാത്ത മാർക്കെന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ ചിലരുണ്ട് കറണ്ട് അഫെയർ ഡെയിലി എഴുതി പോയി പഠിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെ പോകുന്നത് നല്ലതാണ്. തുടക്കക്കാരാണെങ്കിൽ ഇന്ന് തൊട്ടുള്ള കറണ്ട് അഫെയർ പത്രം എടുക്കുക, വായിച്ച് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയർ കിട്ടുന്ന ഒരുപാട് സോഴ്സ് ഉണ്ട്, യൂട്യൂബിലുണ്ട്, ചാനൽസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡെയിലി ഇടുന്നതൊക്കെ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഒരുപാട് പത്ര വാർത്തകളെന്ന് പറഞ്ഞ ചാനൽ തന്നെ ഉണ്ട് ടെലിഗ്രാമിൽ. അതൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനി അങ്ങോട്ട് മഴക്കാലമാണ്. നിങ്ങളുടെയും ജീവിതത്തിൽ മഴ പെയ്ത് തുടങ്ങട്ടെ, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിലെ പ്രധാന ഘടകം. നമ്മൾ ഒരു കാര്യം ഒരുപാട് തവണ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മനസ്സിലിരിക്കും, ഉറപ്പായ കാര്യമാണ്. പഠിക്കുക. പിന്നെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളിപ്പോൾ ഈ വരാൻ പോകുന്ന CPക്ക് വേണ്ടി പഠിക്കുന്ന ആളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ലിസ്റ്റ് ഇളം പഠിക്കാൻ പോലും പറ്റില്ല. കട്ട് ഓഫ് 55 വന്നത്, നിങ്ങൾക്ക് 40 മാർക്കേ കിട്ടുള്ളൂ. ഡെസ്പ് ആവരുത്. അടുത്ത വർഷത്തേക്ക് വീണ്ടും ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഞാൻ 2023 വർഷത്തിൽ പഠിപ്പിച്ച ഒരു പയ്യനുണ്ട്. അവൻ എന്നെ ഇപ്പോൾ മെസ്സേജ് അയച്ചേ ഉള്ളൂ. മിഥുൻ എന്നാണ് അവൻ്റെ പേര്.
ഞാൻ ലിസ്റ്റൊന്നും പറയുന്നത്, LGS ലിസ്റ്റിൽ അവൻ ഉണ്ട്. അവന് നിയമന സാധ്യത ഉറപ്പായ റാങ്ക് ആയിരിക്കും. കാരണം അത്യാവശ്യം കട്ട് ഓഫിനെക്കാട്ടി മാർക്കുണ്ട്. പിന്നെ ഉണ്ട്. അപ്പോൾ അവൻ്റെ വെരിഫിക്കേഷൻ ഇനിയിപ്പം തിങ്കളാഴ്ചയാണ്. വിളിച്ച് പറഞ്ഞ് ഞാൻ അറിഞ്ഞതിൽ വളരെ സന്തോഷം എനിക്കുണ്ട്. അപ്പം ഒരുപാട് അങ്ങനെയുള്ള കാര്യം ആ പയ്യനെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അവർ ലിസ്റ്റിലൊക്കെ എഴുതി കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ കൊടുത്ത ആ ഒരു മോട്ടിവേഷൻ എവിടെയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ 0.1% അടിച്ച് കാണും. അവ അതിനുശേഷം കമ്പനി സ്റ്റഡി നമ്മൾ പറഞ്ഞ ആ ടെക്നിക്കുകളൊക്കെ കുറച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. പിന്നെ അവൻ്റേതായ രീതിയിൽ അവൻ പഠിച്ചു. കമ്പനി സ്റ്റഡി ആയിരുന്നു അവൻ ഉപയോഗം ചെയ്ത്. ലാസ്റ്റ് അവൻ പറഞ്ഞു ചേട്ടൻ്റെ ഒരുപാട് ഇത് നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ അവൻ്റെ പഠിത്തത്തിൽ വെറും 0.1% അല്ലെങ്കിൽ 0.01% എന്നെ സ്വാധീനിച്ച് കാണുള്ളൂ. ഞാൻ സ്വാധീനിച്ച് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിലെ കാര്യങ്ങൾ. ബാക്കി മൊത്തം അവൻ്റെ എഫർട്ടാണ്. പക്ഷേ അവിടെ നമുക്കൊരു പ്രശംസ അവനിൽ നിന്ന് കിട്ടുക, ഞാൻ ഈ വീഡിയോയിൽ പറയുക, അതൊക്കെ ഒരു സന്തോഷമാണ്, വേറൊന്നുമല്ല. അത്ര കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയിക്കാൻ പറ്റും. തോൽവികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുടർന്ന് പരിശ്രമിക്കുക, വിജയിക്കാനാവും. ഒന്നിൽ തോറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പിൻവാങ്ങരുത്. നമ്മൾ ചിലപ്പോൾ പഠിച്ച് അവിടെ ഒരു ഡോറുണ്ട്. ആ ഡോറിൻ്റെ വെളിയിൽ വന്ന് നിൽക്കുന്നു. അകത്താണ് കസേര ഇരിക്കുന്നത്, സിംഹാസനം. അതിലിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് നമ്മളെ കസേര, ജോലി LD ക്ലർക്കിൻ്റെയോ ഏതെങ്കിലും ഒരു ജോലിയുടെ കസേര. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിട്ടുപോയി നമ്മൾ വേറെ ജോലിക്കൊക്കെ എവിടെയെങ്കിലും കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നേന്നിരുന്ന് പഠിക്കണം, വലിയ പാടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നേന്നിരുന്ന് പഠിച്ചു തുടങ്ങിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ടച്ച് വിട്ട് ഒന്നേന്നിരുന്ന് പഠിക്കുകയാണ്. റിസ്ക് എടുത്താണ് പഠിക്കുന്നത്. കിട്ടാതെ പോയാൽ നഷ്ടമാണ് ഇത്രയും പിന്നെ പഠിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ ഇരുന്ന് പഠിക്കുക, ട്രൈ ചെയ്യുക, അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ട്രൈ ചെയ്തു, എൻ്റെ ട്രൈയിൽ അവൾ വീണു എന്ന് പറയൂലേ സുരാജ്, അതേപോലെയാണ്. ട്രൈ ചെയ്യുക, അതേ ഉള്ള കാര്യമല്ല, ഡെസ്പായിട്ട് കാര്യമില്ല.